ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പച്ചടിയുടെ വീഡിയോ ആണ് എടുക്കുന്നത്. കുഞ്ഞിൻ്റെ അംഗൻവാടിയിൽ ഓണപ്പരിപാടിയാണ്. അന്നേരം ഓരോ മാതാപിതാക്കൾ ഓരോ ഐറ്റംസ് കൊണ്ടുവരണമെന്ന് ടീച്ചർ പറഞ്ഞു. ഞാൻ ടീച്ചറിനോട് ചോദിച്ചാൽ എന്താ ടീച്ചറെ ഉണ്ടാക്കണേ? ടീച്ചർ പറഞ്ഞു മോൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ. അന്നേരം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പച്ചടി ഉണ്ടാക്കാം, പച്ചടിയോ പരിപ്പ് കറിയോ എന്ന് പറഞ്ഞു. എന്നിട്ടും ടീച്ചർ പറഞ്ഞു എന്നാൽ പച്ചടി ഉണ്ടാക്കുക. അങ്ങനെ ഞാൻ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി കുറേ എടുത്തു, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുവാണേ. പിന്നെ നമുക്ക് കുറേ കടുക് വേണം. ഞാനൊരു 3 ടീസ്പൂണ് കടുക് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തു. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരക്കപ്പ് തേങ്ങയും ഒരു 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും, പിന്നെ അതിലേക്ക് ഒരു ഇച്ചിരി ജീരകവും കൂടെ ചേർത്ത് ഞാൻ ഇച്ചിരി വെള്ളവും ചേർത്ത് നല്ല ഉണക്കൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചു. ഈ ചട്ടി ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അമ്മ ചട്ടിയൊക്കെ വാങ്ങിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ഈ ചട്ടി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചാണ്. ഞാൻ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഞാൻ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇത് ചൂടായെന്ന് കണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. പക്ഷേ ആദ്യം ഈ പുതിയ ചട്ടി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ കടുക് ഇട്ട് കൊടുത്തിട്ടും ഇതിങ്ങനെ പതച്ച് നിൽക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല, എടുത്ത് മാറ്റി വേറെ എന്തിലേലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ പതച്ച് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതൊക്കെ കടുക് പൊട്ടി വരുന്നത് കണ്ടു. എന്നാൽ ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ വേറൊരു പാത്രം എടുത്തായിരുന്നു. എന്നാൽ ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും ഈ ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കടുക് പൊട്ടുന്ന കണ്ടുകൊണ്ട് ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇത് ഇടയ്ക്ക് ഇളക്കി ഒന്ന് കൊടുത്തു. അങ്ങനെ നല്ല ഉണക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. എല്ലാവരുടെ ഓണത്തിൻ്റെ സദ്യ ഒരുക്കങ്ങളും മാവേലി വരാറൊക്കെ ആയോ? എല്ലാം എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? അങ്ങനെ നമ്മുടെ കടുക് ഏകദേശം പൊട്ടി വന്നു കണ്ടു. നല്ല ചൂട് പറക്കുന്നുണ്ട്. പുതിയ ചട്ടി ആയതുകൊണ്ട് എനിക്ക് പേടിയുമായിരുന്നു. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, കുഞ്ഞുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഞാൻ പിന്നെയാണ് ചേർത്തത്. പിന്നെ ഞാൻ വറ്റൽമുളക് 2 മുറിച്ചിട്ടിരുന്നു. ഇതെല്ലാം കൂടെ നല്ല ഉണക്കൊന്ന് വഴറ്റി എടുക്കുവാണ്. നല്ല ഉണക്കൊന്ന് വഴണ്ട് നല്ലൊരു ഇതിലായി വരണം. അത് ഞാൻ നല്ല ഉണക്കിയിട്ട് ഇളക്കി. ഈ ചട്ടി പുതിയതാഞ്ഞുകൊണ്ട് എനിക്കങ്ങ് പേടിയായിരുന്നു ഇതിനകത്ത് വെച്ചാൽ സെറ്റാകുമോ എന്നൊക്കെ. എന്തായാലും കുഴപ്പമില്ലാതെ വഴണ്ട് വരുന്നുണ്ട്. ഇങ്ങനെ നല്ല ഉണക്ക് ഞാൻ ഇളക്കി കൊടുത്തു. അങ്ങനെ ഏകദേശം വഴണ്ട് വരുന്നു. അങ്ങനെ കണ്ടോ, കളർ മാറിയത് കണ്ടോ? അങ്ങനെ വഴണ്ട് നല്ല ഉണക്ക് കളറൊന്ന് മാറി വന്നപ്പം ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഇതിനകത്തോട്ട് ചേർത്ത് നല്ല ഉണക്കൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറത്തക്കണക്ക് നല്ല ഉണക്ക് ഇളക്കി കൊടുത്തു. അത് ഇളക്കി എല്ലാം അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറിയൊന്ന് സെറ്റായപ്പം നമ്മൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടയ്ക്കുകയോ ഒന്നും ചെയ്തില്ല, ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചെടുത്ത് വെച്ചു. ഞാൻ കവറിലെ കെട്ടുതൈരാണ് വാങ്ങിച്ചത്, അല്ലാതെ പ്ലാസ്റ്റിക്കിലെ വാങ്ങിച്ചാൽ അത് സെറ്റാവത്തില്ല. ഒരു കാര്യം വിട്ടുപോയായിരുന്നു, ഞാൻ കടുക് പൊട്ടിച്ച് വെച്ചെന്ന് പറഞ്ഞില്ല, ആ കടുക് കൂടെ ഞാൻ ഈ തേങ്ങ പീര നമ്മൾ ചിരകി വെച്ചതിൻ്റെ അതിൽ അരച്ചപ്പം ഞാൻ അതുകൂടെ കടുക് കൂടി ഇട്ട് നല്ല ഉണക്ക് അതിൻ്റെയും പച്ചമരം മാറത്തക്ക ഉണക്ക് ഞാൻ നല്ല ഉണക്ക് ഇളക്കി കൊടുത്തു. ഇളക്കി ആ മണമൊക്കെ. പക്ഷേ എൻ്റെ ഇതിൽ കടുകിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോയായിരുന്നു. പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. ചെറിയൊരു കയ്പ്പ് പോലെ എനിക്ക് വന്നായിരുന്നു. അത് ഉലുവാപ്പൊടിയാണ് ഞാൻ ഇട്ടത്. ഉലുവാപ്പൊടിയും കൂടി ഇച്ചിരി ഞാൻ അതിലിട്ടു. പിന്നെ ഞാൻ ഇച്ചിരി നമ്മുടെ കായപ്പൊടിയായിരുന്നു. എൻ്റെ കായപ്പൊടി കട്ടയായിപ്പോയി. ഞാൻ അങ്ങനെ ആ കായം കൂടി ഇട്ട് നല്ല ഉണക്കൊന്ന് ഇളക്കി എടുക്കുവാണ്. എനിക്ക് അങ്ങ് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഇത് കൂടുതലാണോ, ചെറിയൊരു കയ്പ്പ് പോലെ തോന്നി. എന്തായാലും കുഴപ്പമില്ലാതെ എല്ലാം കിട്ടി. അതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പിലയും കൂടെ 3 തണ്ട് കറിവേപ്പില ഇട്ട് നല്ല ഉണക്ക് ഇളക്കി കൊടുത്തു. അങ്ങനെ കറിവേപ്പിലയെല്ലാം ഇളക്കി സെറ്റാക്കി അങ്ങനെ ഇളക്കി വെച്ച് അതിന് ആവശ്യമായ ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്ത് നല്ല ഉണക്ക് ഇളക്കി എല്ലായിടത്തും മിക്സാക്കി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്ത്, ഇതാണല്ലോ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ, കട്ട തൈര് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നല്ല ഉണക്ക് ഇളക്കി. ഇനി നമുക്ക് വേറെ ചേരുവകളോ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ പരിപാടികൾ. നമ്മൾ നല്ല ഉണക്ക് ഇളക്കി എല്ലാം ഒന്ന് സെറ്റാക്കി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, അങ്ങ് തിളയ്ക്കുകയൊന്നും വേണ്ട. അങ്ങനെ നമുക്ക് കുഞ്ഞിൻ്റെ അംഗൻവാടി കൊണ്ടുപോകാനുള്ള പച്ചടി ശരിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, ബൈ. എല്ലാവർക്കും ഓണാശംസകൾ.